أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنهار إذا جلاها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറ അശംസിലെ 4-ാമത്തെ വചനമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. അതിൻ്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: പകലിനെ കൊണ്ടും അത് അതിനെ സൂര്യനെ വെളിപ്പെടുത്തുമ്പോൾ. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ കബീറിൽ പറയുന്നു: പ്രത്യക്ഷത്തിൽ ഒരു പകലല്ല സൂര്യനെ ഉണ്ടാക്കുന്നത്, മറിച്ച് സൂര്യൻ്റെ പ്രകാശം വരുന്നത് കൊണ്ടാണ് പകൽ നമുക്ക് ദൃശ്യമാകുന്നത്. തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു: ഇവിടെ ഉപമയിലൂടെയാണ് ഈ തന്നിരിക്കുന്ന വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ളുഹ കൊണ്ടുള്ള വിവക്ഷ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതാണെന്നും വന്നഹാരി ഇദാ തജല്ല എന്നതുകൊണ്ടുള്ള അർത്ഥം ഭൂമി സൂര്യനെ അഭിമുഖീകരിച്ചാലേ സൂര്യനെ ദർശിക്കാൻ സാധിക്കൂ. ആയതിനാൽ ഇവിടെ പകൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമി സൂര്യന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് എന്നാകുന്നു. ആയതിനാൽ ഇവിടെ ളുഹ എന്നതും അന്നഹാർ എന്നതിലും പ്രകാശത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ളുഹാഹ എന്നതുകൊണ്ടുള്ള വിവക്ഷ സൂര്യന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഇനി ഭൂമി സൂര്യനിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും അഥവാ സൂര്യനെ അഭിമുഖീകരിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും, ഇനി അതല്ല കാർമേഘങ്ങളാൽ സൂര്യനെ മറക്കപ്പെടുകയാണെങ്കിലും സൂര്യൻ്റെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവിൽ ഒരു തരത്തിലുള്ള മാറ്റമോ ഉണ്ടാവുന്നതല്ല. നോക്കുക, യഥാർത്ഥത്തിൽ ഗോപ്യമായി കിടന്നിരുന്ന ഖഗോളശാസ്ത്രത്തിൻ്റെ അറിവുകളാണ് ഈ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ചുരുക്കത്തിൽ സൂര്യന് സ്വയം പ്രകാശിക്കുവാനുള്ള കഴിവുണ്ടെന്നും എന്നാൽ ചന്ദ്രന് സൂര്യനിൽ നിന്നുള്ള വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നതിലൂടെയാണ് പ്രകാശിക്കാൻ സാധിക്കുന്നതെന്നും കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയുണ്ടായി. ഇതുപോലെ വന്നഹാരി ഇദാ തജല്ല, ഇതിൽ നഹാർ അഥവാ പകൽ എന്ന പദം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭൂമി പ്രദേശം സൂര്യനെ അഭിമുഖീകരിക്കുന്ന സമയത്താണ്. ഇനി അഥവാ ആ സമയങ്ങളിൽ കാർമേഘം വന്ന് സൂര്യനെ മൂടിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നഹാർ പകൽ തന്നെയാകുന്നു. ഇനി അഥവാ നമ്മുടെ ഭൂമിയിലെ പ്രദേശങ്ങൾ സൂര്യനെ അഭിമുഖീകരിക്കാത്ത സമയത്ത്, അതായത് രാത്രിയിൽ കാർമേഘങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ അതിനെ പകലെന്ന് ഒരിക്കലും വിളിക്കുന്നില്ല. അതേപോലെ നാം സൂര്യൻ പ്രകാശിക്കുന്നുണ്ട് എന്നും പറയാറില്ല. അതിനാൽ നഹാർ എന്ന പദവും ളുഹ എന്ന പദവും വ്യത്യസ്ത മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്നു. സൂര്യൻ്റെ ളുഹാഹ ഏതൊരവസ്ഥയിലും എപ്പോഴും നിലകൊള്ളുന്നതാണ്. ഭൂമിയുടെ പ്രതലം സൂര്യനെ അഭിമുഖീകരിക്കുകയോ അഭിമുഖീകരിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, സൂര്യൻ്റെ ളുഹ എല്ലായ്പ്പോഴും നിലകൊള്ളുന്നു. കാരണം ളുഹ എന്ന് പറയുന്നത് സൂര്യൻ്റെ മാത്രമായിട്ടുള്ള പ്രകാശമാണ്. എന്നാൽ നഹാർ എന്നത് ഭൂമിയുടെ പല പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി മറിയുന്നു. ചില സന്ദർഭങ്ങളിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാകുന്നു, അതായത് ചില പ്രദേശങ്ങളിൽ പകലാകുന്നു, എന്നാൽ മറ്റു സമയങ്ങളിൽ ആണ് മറ്റു പ്രദേശങ്ങളിൽ പകലാവുന്നത്. കാരണം പകൽ എന്ന് പറയുന്നത് ഭൂമിയിലെ പ്രദേശം സൂര്യനെ അഭിമുഖീകരിക്കുകയും സൂര്യൻ തൻ്റെ ളുഹാഹ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ജസാക്കുമുല്ലാഹ്.